ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി കാണിച്ചു തരാൻ പോവുകയാണ്. ഇതെൻ്റെ അമ്മ വെക്കുന്ന ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഇത് സ്പെഷ്യലാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യലാണ്. ഈ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ഉണക്കമുളകും ഒരു 2 3 എരിവിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. വറ പൊട്ടിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. അത് നന്നായിട്ട് വന്നിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കൂടെ നമ്മൾ എപ്പോഴും കുറച്ച് സോൾട്ട് കൂടെ ചേർക്കണം. എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരത്തുള്ളൂ. അതിനുവേണ്ടി കുറച്ച് സോൾട്ടും ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് വലിയ ഉള്ളി, അതായത് സവോള നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണേ. ശേഷം 2 3 പച്ചമുളക്, അതും ഞാൻ പറയുന്നു നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കുക. വേപ്പിലയാണ് കറിക്ക് രുചി നൽകുന്നത്. അങ്ങനെ മൂടി വെച്ച് വേവിക്കുക. ശേഷം ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷമായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുക. ഈ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർക്കുക കേട്ടോ. ഇതിനൊരു അളവ് കാര്യങ്ങൾ പറയുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കൈക്കണക്കാണ്. പിന്നെ ഇതിൽ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചേർക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കൂട്ടാണ്. അതായത് ആദ്യം കറുവാപ്പട്ട, പെരിഞ്ജീരകം, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ക്രഷ് ചെയ്ത കൂട്ടാണിത്. അതും കൂടെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഈ അടിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് വഴഞ്ഞ് വന്നതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ്റെ സ്റ്റോക്ക് ഇടുകയാണ്. ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൊത്തത്തിൽ ഈ ഫുള്ളേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കറി വെറും വെള്ളം പോലെയാകും. നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് രണ്ടാമത് പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ച് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു കുഴമ്പ് രൂപത്തിൽ, നല്ല പേസ്റ്റ് രൂപത്തിൽ കറി വരും. ഒറ്റയടിക്ക് നമ്മൾ ചിക്കനിൽ ആ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ചതും ചിക്കൻ സ്റ്റോക്കും കൂടെ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അതത്രയും വെള്ളം പോലെയുള്ള കറിയായിട്ട് മാറും. അപ്പോൾ അത് നമ്മൾ ഒഴിക്കുക. പിന്നെ ചിക്കൻ നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ കൂടിയാണ് കേട്ടോ. അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിലൊക്കെ അത് പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം ഈ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മളത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കുകയാണ്. ഉപ്പ് പോരാ. അപ്പോൾ ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഉപ്പ് മതിയെങ്കിൽ അങ്ങനെയാണ്. നമ്മളുടെ ഉപ്പ് ഇച്ചിരി കൂടുതൽ നിൽക്കണം. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തു. ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയുമാണ്. ലാസ്റ്റ് ടൈമിലാണ് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചിക്കൻ്റെ പ്രോസസ്സ് അങ്ങ് കഴിഞ്ഞു, ചിക്കൻ കറിയുടെ. അപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊപ്പവും എല്ലാം നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തു നോക്കണം. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.